ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മലപ്പുറത്ത് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി. പാണ്ടിക്കാട് സ്വദേശി വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുകയാണ്. രാത്രി 8 മണിയോടെ പാണ്ടിക്കാട് GLP സ്കൂളിന് സമീപത്ത് വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. ദുബായിലെ സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടുപോകുന്ന കാരണമെന്ന സംശയത്തിലാണ് പോലീസ്. തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു ഇന്നോവ കാറ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു. വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് ഇന്നലെ തട്ടിക്കൊണ്ടുപോകുന്നത്. തൊട്ടുപിറകെ ഒരു സ്വിഫ്റ്റ് കാറും പോകുന്നുണ്ട്. ഒരു ഇന്നോവ കാർ അവിടെയുണ്ട്. ആ കാറ് കാണാം പ്രേക്ഷകർക്ക്. ആ ഡോറ് തുറന്നു കിടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഒരു സ്വിഫ്റ്റ് കാറും ആ വഴി പോകുന്നുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് പാണ്ടിക്കാട് GLP സ്കൂളിന് സമീപത്ത് വെച്ച് തട്ടിക്കൊണ്ടുപോയത്. നമുക്ക് പിതാവിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. സംഭവമൊന്നും ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. അവർ ടൗണിൽ നിന്ന് വരുമ്പോൾ ഇവർ ഇവിടെ നിർത്തിയിരുന്നു. ഒരു ഇന്നോവ വണ്ടി വന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ്. അത്രേ അറിയുള്ളൂ. അദ്ദേഹത്തിന് അവിടെ ബിസിനസ്സാണ്, ഫാർമസിയാണ്. അങ്ങനെ വേറെ 1-2 ബിസിനസ്സുകളുണ്ട് പല ഐറ്റംസായിട്ട്. അത്രേ അറിയുള്ളൂ. സാമ്പത്തിക പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല, അതെന്താണെന്നും അറിയില്ല. എല്ലാം പോലീസിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് കംപ്ലൈൻറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. അത്രേ അറിയുള്ളൂ. അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, ഇതിപ്പോൾ ഒരു ഫാഷനായിട്ട് തീർന്നിരിക്കുകയാണല്ലോ മലപ്പുറത്തേക്ക്. ഈ സാമ്പത്തിക തർക്കമുണ്ടെങ്കിൽ നേരെ വന്ന് വണ്ടിയെടുത്ത് തട്ടിക്കൊണ്ടു പോവുക, എവിടെയെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് റിലീസ് ചെയ്യുക. ഇതിപ്പോൾ സാമ്പത്തിക ഇടപാടാണോ ഷമീറിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള കാരണം അഷ്കർ? അരുൺ, നേരത്തെ നിരവധി ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോലൊക്കെ നടന്നത് ഈ സ്വർണ്ണക്കടത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു, ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ടീമുകളുടെ ഇടപാടുകളായിരുന്നു അതിലൊക്കെ ഉണ്ടായത്. പക്ഷേ ഇത് അത്തരമൊരു ഇടപാടല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം. എന്നാൽ ഈ തട്ടിക്കൊണ്ടുപോയ വട്ടിപ്പറമ്പത്ത് ഷമീർ എന്ന് പറയുന്ന ഈ UAE ദുബായിലെ വിവിധയിടങ്ങളിലായി നിരവധി ഫാർമസി സ്ഥാപനങ്ങൾ നടത്തുന്നയാളാണ്. നിരവധി പാർട്ട്ണർമാരുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ കൂടിയാണ് ഷമീർ. അതുകൊണ്ട് ഷമീറിന് സാമ്പത്തികമായി ഇങ്ങോട്ട് പണം നൽകാനുള്ള ആളുകളോ അല്ലെങ്കിൽ പാർട്ട്ണർമാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ആയിരിക്കാം ഇതിന് പിന്നിൽ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെ പ്രതികളെക്കുറിച്ചോ സംഘങ്ങളെക്കുറിച്ചോ പോലീസിന് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ തട്ടിക്കൊണ്ടുപോയത് പാണ്ടിക്കാട് ടൗണിൽ നിന്നും ഈ വിന്നേഴ്സ് ഗ്രൗണ്ടിന് സമീപത്തുള്ള ഈ ഷമീറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ, ഈ വഴിയിൽ GLP സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഈ ഷമീറിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് പാണ്ടിക്കാട് നിന്നും വണ്ടൂരിലേക്ക് പോകുന്ന റോഡാണ്. ആ പോകുന്ന ഘട്ടത്തിൽ ഈ ഷമീറിനെ കയറ്റിയ വാഹനം വണ്ടൂർ ഭാഗത്തേക്ക് പോയതായിട്ടാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇത് തട്ടിക്കൊണ്ടുപോയ സംഘങ്ങളെക്കുറിച്ചോ കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായൊരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി. എന്തായാലും പെരിന്തൽമണ്ണ DYSPയും മലപ്പുറം SPയും ഒക്കെ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഷമീറിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ CCTVകളിൽ നിന്നും കൃത്യമായൊരു വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ പുറത്തുവിട്ട CCTVയിൽ ആളുകൾ വ്യക്തമല്ലെങ്കിലും ഒരു സംഘം ചേർന്ന ആളുകൾ ഷമീറിനെ ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നത്, ഡോർ അടയ്ക്കാതെ ഇന്നോവ കാറിൽ കൊണ്ടുപോകുന്നത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യം.